അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വളരെ എളുപ്പത്തിൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നതും നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നൊക്കെ ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാർട്ട് കിട്ടുക എന്നുള്ളിടത്താണ് ആളുകൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് എങ്ങനെ എളുപ്പത്തിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഫുൾ ലെങ്ത് പറയുന്നത്. ഓക്കെ. കൂടുതൽ പേരും എന്ത് ചെയ്യും, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് മിക്കവാറും ചെന്ന് വിടുന്നത് വല്ല സ്കാമിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് അതിൽ കുറെ കാശ് പോവും. ഇപ്പൊ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു കമ്മ്യൂണിറ്റി, അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ്ങിന്റെ ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും കഥ എവിടെയെങ്കിലുമൊക്കെ ഒരുപാട് ക്യാഷ് പോയതോ അല്ലെങ്കിൽ വല്ല സ്കാം ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാമിലൊക്കെ പെടുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് കൺഫ്യൂഷനും ഉണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൂടെ തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. ശരി. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്? ഫസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരുമായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്ത്, അഫിലിയേറ്റ് അഗ്രിമെന്റ് സൈൻ ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് ഒരു കമ്മീഷൻ ബേസിൽ സെൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. മനസ്സിലായോ? അതായത് ബേസിക്കലി ഒരു അഫിലിയേറ്റ് മാർക്കറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മീഷൻ ബേസ്ഡ് സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നൈക്കിയുടെ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമാണ്, എനിക്കത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നൈക്കിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ അഫിലിയേറ്റ് ഫോം ഫിൽ ചെയ്ത് അവരുടെ അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നൈക്കി ഒരു കൂപ്പൺ കോഡോ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് നൈക്കിയുടെ വെബ്സൈറ്റിലേക്ക് ഒരു സ്പെഷ്യൽ ലിങ്കോ തരും. അപ്പോൾ ആ ലിങ്കിലൂടെ സെയിൽ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് കമ്മീഷൻ വരുന്നത്. അതാണ് സിമ്പിൾ ടേംസിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇനി ഇത് തന്നെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, പല പ്രൊഡക്റ്റുകൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ചെയ്യുന്നവരുണ്ട്, സോഫ്റ്റ്വെയറുകൾ ചെയ്യുന്നവരുണ്ട്, വേറെ ഒരുപാട് സപ്ലിമെന്റുകളും ഹെൽത്ത് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നവരുണ്ട്, കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്, ട്രെയിനിങ്ങുകളും എന്ത് പ്രൊഡക്റ്റുകളും നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ പേരും ചെയ്യുന്നത് ആമസോണിന്റെ ഒക്കെ അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്ത് ആമസോൺ പ്രോഗ്രാമുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ നമുക്ക് വരുന്ന റവന്യൂ, അതായത് ഇത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണല്ലോ, നമ്മളിപ്പോൾ ഒരു കസ്റ്റമറെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്കത് മാനുഫാക്ചർ ചെയ്യാനും അതിന്റെ റിട്ടേൺസും അതിന്റെ കസ്റ്റമർ സപ്പോർട്ടും അതിന് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾക്ക് കമ്മീഷൻസ് കുറവാകും. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ 40-50 രൂപയാണ് നമുക്ക് കമ്മീഷൻ വരിക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ലെവലിലൊക്കെ ഒരു റീച്ച് ഉള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഒരു തുടക്കക്കാർ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാലറി റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ തന്നെ ആയിരക്കണക്കിന് സെയിൽ കൊണ്ടുവരേണ്ടി വരും. അത് മിക്കവാറും പോസിബിൾ ആവാറില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാം എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ആവേശത്തിലൊക്കെ തുടങ്ങി നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ഒരു ഇൻകം കിട്ടാതെ ആവുന്ന സമയത്ത് കൂടുതൽ പേർക്കും അത് മടുപ്പാവും, പിന്നെ അത് നിർത്തും, പിന്നെ അവരത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നല്ലതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകും. അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത്. ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ പ്രൊഡക്റ്റ് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ മാറ്റിയിട്ട് ആമസോൺ പോലെയുള്ള പ്രൊഡക്റ്റുകൾ മാറ്റിയിട്ട് നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളിലേക്ക് പോവുക, അതായത് സോഫ്റ്റ്വെയറുകളിലേക്ക് പോവുക. ഇപ്പോൾ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം അവർക്ക് അത് വൺ ടൈം ആയിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റേ വരുള്ളൂ. അവർക്ക് പിന്നീട് അത് ഓരോ പുതിയ കസ്റ്റമറിനും അത് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾ 40% മുതൽ 70-80% വരെയൊക്കെ കമ്മീഷൻസ് അഫിലിയേറ്റ്സിന് കൊടുക്കും. അതായത് നിങ്ങളൊരു ആമസോണിൽ ഒരു 10,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 300-400 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ 10,000 രൂപയുടെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ സെല് ചെയ്യുന്ന സമയത്ത് 6,000-7,000 രൂപ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ ഒരു 50,000 നിങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ട് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മന്തിൽ ഒരു 6-7 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു ഒരു സാലറി റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് അതിന്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് തന്നെ സോഫ്റ്റ്വെയർസ് തന്നെ റിക്കറിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും, അതായത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, ഓരോ മാസവും പേ ചെയ്തിട്ട്, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
മന്ത്ലി ഓരോ മാസവും നമുക്ക് റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അത് മാത്രമല്ല, ഈ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് അതൊരു പാസീവ് ഇൻകം ആവും. നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും മുന്നേ നിങ്ങൾ സെൽ ചെയ്ത സബ്സ്ക്രിപ്ഷൻസിൽ നിന്ന് മന്ത്ലി റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇനി ഞാനിത് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ സെൽ ചെയ്യുന്നതെന്ന് വെക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപകാരം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നിഷ് കണ്ടുപിടിക്കുക, ഒരു ചെറിയ ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ജ്യൂസ് ഷോപ്പുകൾ, അല്ലെങ്കിൽ കാഫേസ്, അല്ലെങ്കിൽ യോഗയൊക്കെ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ്, അല്ലെങ്കിൽ ബിസിനസ് കോച്ചുകൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ്, ഇവരൊക്കെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ ഓൺലൈനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നിഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ആ നിഷ് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു നിഷിലെ കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങളെ പൊസിഷൻ ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ഹെൽപ്പ് cafe owners to grow their business online using viral വീഡിയോ ഫോർമാറ്റ്സ്, വൈറൽ റീൽസ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങളെ പൊസിഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം എങ്ങനെയാണ് വൈറൽ റീൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് കഫേസിനെ ഗ്രോ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അതിൻ്റെ ഒരു അവർക്ക് അതിന് ഒരു ഇത് ശരിയാണ്, ഇങ്ങനെ എനിക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അവയർനെസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഒരുപാട് നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ അതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഇനി അതിൽ അടുത്തതായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ അഫിലിയേറ്റ് വഴി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വെബ്സൈറ്റിൽ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാമല്ലോ. അവർക്ക് രണ്ടും സെയിം ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആഡോ നിങ്ങളുടെ കണ്ടന്റോ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് അവർക്ക് ലാപ്ടോപ്പിൽ പോയിട്ടോ അവർക്ക് വേറെ എവിടെയെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാമല്ലോ. നിങ്ങളുടെ അടുത്ത് തന്നെ വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കണമെന്ന് നിങ്ങൾക്ക് മാത്രമാണ് നിർബന്ധമുള്ളത്. കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻസ് കിട്ടും, അല്ലാതെ ഡയറക്റ്റ് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടില്ല. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ പ്രൈസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് 50% കമ്മീഷൻ കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്കൊരു 20% കുറച്ചിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാമെന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. വെബ്സൈറ്റിലുള്ള സെയിം പേയ്മെന്റ് ആണ് നിങ്ങളുടെ അഫിലിയേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. ചില കമ്പനികൾ കൂപ്പൺ കോഡ്സ് തരും, പക്ഷെ യൂഷ്വലി അതാണ് അതിന്റെ മെത്തേഡ്. നമുക്ക് പ്രൈസിങ്ങിലൊന്നും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കാം. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ മാത്രമാണ് കിട്ടുക 10,000 റുപ്പീസിന്. പക്ഷെ എൻ്റെ അടുത്ത് 10,000 റുപ്പീസിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്ലസ് ഒരു സാധനം കൂടെ തരും എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രൊഡക്റ്റുമായിട്ട് ഒരുമിച്ച് പോകുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം, ഒരുമിച്ച് പോകുന്ന ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതായത് ഇതെങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇതെങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈനിങ്ങിന്റെ ഒരു ടൂളാണ് നിങ്ങൾ കൊടുക്കുന്നത് വെക്കാം. മനസ്സിലായോ? അതായത് ഇപ്പോൾ കഫേ ഓണേഴ്സിന് തന്നെ ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്ങിന്റെ ടൂളാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, അവർ ആ സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും? ഈ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണല്ലോ. വെബ്സൈറ്റ് എങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ കൺസേൺ. അല്ലെങ്കിൽ അവർ ബിൽഡ് ചെയ്ത വെബ്സൈറ്റ് എങ്ങനെ സെർച്ച് എഞ്ചിനിൽ മുകളിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ കൺസേൺസ് വരിക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഒരു കഫേ ഓണേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ നിഷ് സെലക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു നിഷ് സെലക്ട് ചെയ്ത് കഫേ ഓണേഴ്സിനെ തന്നെ നിഷായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് എല്ലാ കഫേ ഓണേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക, വെബ്സൈറ്റ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ
ആ സോഫ്റ്റ്വെയറും കിട്ടും, കഫേ ഓണേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റും കിട്ടും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർ വാങ്ങിച്ച ഉടനെ തന്നെ നിങ്ങളുടെ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് അത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ അത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തില്ലേ. അപ്പോൾ നിങ്ങൾ ഒരു എക്സ്ട്രാ വാല്യൂ കൊടുക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ അത് പർച്ചേസ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇത് ഏത് സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് റീൽ ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക, കഫേ ഓണേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ എന്നിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് പറയാം, ലൈക്ക് ഇഫ് യു ആർ ബൈയിങ് ദി സോഫ്റ്റ്വെയർ ഫ്രം മീ യു വിൽ ഓൾസോ ഗെറ്റ് ദീസ് വൈറൽ റീൽ ടെംപ്ലേറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കാനുള്ള സാധ്യത ഒരു 200% കൂടും. ഓക്കെ, ഇനിയിപ്പോൾ വേറെ ആരുടെ അടുത്ത് നിന്നെങ്കിലും ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിഞ്ഞു വരികയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കും അത് വാങ്ങിക്കുന്നുണ്ടാവാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നമുക്ക് ഒരു സെയിൽസ് ഫണൽ ഉപയോഗിച്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതായത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും ഈ ഡെലിവറീസ് എല്ലാം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽസ് ഫണലുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ള. ആ ഒരു കമ്മ്യൂണിറ്റിയിലും നമ്മൾ ഇത് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് സെയിൽസ് ഫണൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബ് എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേര്. ഓക്കെ, ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇത് ഒരിക്കലും എന്ത് ചെയ്യുക, ഒരിക്കലും നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യരുത്. പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ആ പ്രൊഡക്റ്റുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സെയിൽസ്മാനെ പോലെ ആവും. നമ്മളുടെ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാൻ ആവും. സെയിൽസ്മാൻ്റെ അടുത്ത് സംസാരിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ വെബ്സൈറ്റ് ടെംപ്ലേറ്റുകൾ എക്സ്ട്രാ ബോണസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വെബ്സൈറ്റ് ബിൽഡറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, കഫേ ഓണേഴ്സിന് വെബ്സൈറ്റ് ബിൽഡറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ അയക്കേണ്ട മെസ്സേജസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ഷുഡ് എ കഫേ ഓണർ ഹാവ് എ വെബ്സൈറ്റ്. വെബ്സൈറ്റ് ഒരു കഫേ ഓണർ ഒരു കഫേക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തിനാണ് ഒരു കഫേക്ക് വെബ്സൈറ്റ് എന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ താഴെ നമ്മൾ സെല്ല് ചെയ്യേണ്ടത് ഈ സോഫ്റ്റ്വെയർ അല്ല, പകരം നമ്മൾ സെല്ല് ചെയ്യേണ്ടത് ഈ സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. അത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ അടുത്ത് പേയ്മെന്റ് വാങ്ങിക്കുന്നില്ല, നിങ്ങൾ അവരുടെ അടുത്ത് വെബ്സൈറ്റ് എന്തിനാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ പറയുകയാണ്, എന്നിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ടെംപ്ലേറ്റ് കൊടുക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടും. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ സോഫ്റ്റ്വെയർ വാങ്ങിക്കേണ്ടി വരും. മനസ്സിലായോ? നിങ്ങളൊന്നും ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, നിങ്ങൾ കൊടുക്കുന്ന ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ സോഫ്റ്റ്വെയർ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ അടുത്ത് നിന്ന്, ആ സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ടുള്ള കമ്മീഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ഒരിക്കലും സോഫ്റ്റ്വെയർ ഡയറക്റ്റ് സെല് ചെയ്യരുത്, അതിൻ്റെ ബോണസ് ആയിട്ടുള്ള സാധനം ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഈസി ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അഗെയിൻ ഞാൻ പറയുകയാണ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ എന്തായാലും ജോയിൻ ചെയ്യാം. ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടെംപ്ലേറ്റുകളെല്ലാം കിട്ടും. സെയിൽസ് ഫണൽ, റെഡി ടു യൂസ് സെയിൽസ് ഫണൽസ് കിട്ടും. അതുകൂടാതെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്. ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുമായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നെറ്റ്വർക്ക് ചെയ്യാം, ഒരുപാട് ഐഡിയാസ് ഡിസ്കസ് ചെയ്യാം, ഒരുമിച്ച് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ശരിയാണ്. ഓക്കെ.